കൊന്നിട്ടും ജീവിതോപാധികൾ തകർത്തിട്ടും തീരാത്ത ക്രൂരതയാണ് ഫലസ്തീനികളെ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിപ്പായിക്കുകയായി അമേരിക്ക നടപ്പാക്കാൻ പോകുന്നത്. ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഫലസ്തീനികളെ അയച്ച് വംശീയ ഉന്മൂലനം നടത്താനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ ഇരു രാജ്യങ്ങളും രംഗത്ത് വന്നുവെന്നത് ശ്രദ്ധേയമാണ്. ഇതോടെ ക്ലീൻ ഗസ എന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നെതന്യാഹുവിന്റെയും മോഹത്തിനാണ് തിരിച്ചടിയായത്. അമേരിക്കൻ നിർദ്ദേശം ഞായറാഴ്ച ഫലസ്തീനികൾ പൂർണ്ണമായും നിരസിച്ചു. റാമല്ല ആസ്ഥാനമായുള്ള ഫലസ്തീൻ അതോറിറ്റി ഗാസ നിവാസികൾ തീരദേശ എൻക്ലേവിൽ തുടരുമെന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകണമെങ്കിൽ അത് വളരെ കാലം മുമ്പ് ചെയ്യാമായിരുന്നു. അവർ ഫലസ്തീനികൾക്കെതിരെ നടത്തുന്ന വംശഹത്യ യുദ്ധത്തിലൂടെ ഒന്നും നേടില്ല. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇവിടെ തുടരും. മധ്യ ഗസയിലെ നുസൈറാത്തിൽ നിന്ന് ഫലസ്തീനികൾ പറയുന്നു. ഫലസ്തീൻ ജനത ഒരിക്കലും അവരുടെ ഭൂമിയോ അവരുടെ പുണ്യസ്ഥലങ്ങളോ ഉപേക്ഷിക്കില്ലെന്നും 1948 1967 ദുരന്തങ്ങൾ ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്നും ഫലസ്തീൻ അതോറിറ്റി പറയുന്നു. ഞങ്ങളുടെ ആളുകൾ ഉറച്ചു നിൽക്കും. അവരുടെ മാതൃഭൂമി വിട്ടുപോകില്ല, ഫലസ്തീൻ അതോറിറ്റി ഉറപ്പിച്ച് വ്യക്തമാക്കുന്നു. ഈജിപ്തിൻ്റെയും ജോർദാന്റെയും ഇക്കാര്യത്തിൽ താല്പര്യം പോലും മാനിക്കാതെയാണ് ട്രംപ് നിർദ്ദേശവുമായി മുന്നോട്ട് വന്നത്. ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തിന് മുകളിൽ കയറി നിന്നാണ് ഫലസ്തീനികളെ ഇരു രാജ്യത്തേക്കും മാറ്റണമെന്ന നിർദ്ദേശം അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും ഈ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിയ കാഴ്ചയും നാം കണ്ടു. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഫലസ്തീനികൾ അവരുടെ മണ്ണിൽ തന്നെ നിലനിൽക്കും. അവർ അവിടെ നിന്ന് എവിടേക്കും മാറില്ല. ഇക്കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഉറച്ചതാണ്. ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി വ്യക്തമാക്കി. ഫലസ്തീൻ പ്രശ്നത്തിലുള്ള പരിഹാരം ഫലസ്തീനിലാണ്. ജോർദാൻ ജോർദാനികൾക്കുള്ളതാണ്, ഫലസ്തീൻ ഫലസ്തീനികൾക്കുള്ളതാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫലസ്തീനികളെ സിനായിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടുന്ന ഒരു പരിഹാരത്തിനൊപ്പവും ഈജിപ്ത് ഭാഗമാകില്ലെന്ന് വാഷിംഗ്ടണിലെ ഈജിപ്ഷ്യൻ അംബാസിഡറും നിലപാട് അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹമാസും രംഗത്തെത്തി. ഫാസിസ്റ്റ് ഇസ്രായേലി അധിനിവേശ സൈന്യം നടത്തിയ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ വംശഹത്യയെ തല ഉയർത്തി ഉറച്ചുനിന്ന് നേരിട്ടവരാണ് ഫലസ്തീൻ ജനത. അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനോ നാടുകടത്തുന്നതിനോ ഉള്ള ഏതൊരു പദ്ധതിയെയും ഞങ്ങൾ പൂർണ്ണമായും നിരസിക്കുന്നുവെന്ന് ഹമാസ് പ്രതികരിച്ചു. ഇസ്രായേലിൻ്റെ ഗൂഢലക്ഷ്യത്തിലേക്ക് കരുത്തു പകരുന്നതും ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും സ്വതന്ത്ര ഇച്ഛാശക്തിക്കും വിരുദ്ധവുമായ ഈ നിർദ്ദേശങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഹമാസ് US ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജോർദാൻ രാജാവ് കിങ് അബ്ദുള്ള രണ്ടാമനെ ഫോണിൽ വിളിച്ചാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം സമർപ്പിച്ചത്. ഒപ്പം ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിക്ക് മുമ്പാകെയും ഇതേ നിർദ്ദേശം ട്രംപ് ഉന്നയിക്കുകയായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.